നമുക്കിനി പെൻഡിങ് ആയിട്ട് 2 ടോപ്പിക്കേ ഉള്ളൂ. ഒന്നാമത്തെ ടോപ്പിക്ക് മാനേജ്മെന്റ് ഓഡിറ്റ് എവിഡൻസ് ആണ്. രണ്ടാമത്തത് മാനേജ്മെന്റ് ഓഡിറ്റ് റിപ്പോർട്ടാണ്. റിപ്പോർട്ടിനകത്ത് തന്നെ സബ് ഡിവിഷനിൽ വരുന്നുണ്ട് സ്പെഷ്യൽ റിപ്പോർട്ട്സും കൂടെ. സോ നമുക്ക് ഓഡിറ്റ് എവിഡൻസ് നോക്കാം. ഓഡിറ്റ് എവിഡൻസ് നമുക്ക് ഇന്റേണലി കളക്ട് ചെയ്യാം, എക്സ്റ്റേണലി കളക്ട് ചെയ്യാം. ഇന്റേണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസ് അല്ലെ അവിടുത്തെ റിപ്പോർട്ടുകൾ, മാനേജ്മെന്റുമായിട്ടുള്ള ഡിസ്കഷൻസ്. എക്സ്റ്റേണലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഏതെങ്കിലും ഒരു നമ്മുടെ ക്രെഡിറ്ററുമായിട്ട് ഡിസ്കഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡെറ്ററുമായിട്ട് ഡിസ്കഷൻ ആയിരിക്കാം. നമ്മളൊരു മാനേജ്മെന്റ് ഇനി ഒരു മർജറിൽ പോവാണ്, അപ്പോൾ ആ ഫ്യൂച്ചർ ആയിട്ടുള്ള കമ്പനിയായിട്ടുള്ള മർജ് ചെയ്യാൻ പെടുന്ന ആ കമ്പനിയായിട്ടുള്ള അവിടുത്തെ സ്റ്റാഫുമായിട്ടുള്ള ഡിസ്കഷൻ ആവും. അപ്പോൾ പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് എവിഡൻസ് ഡെറൈവ് ചെയ്യാനായിട്ട് പറ്റും. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞൊന്നുമില്ല, നമ്മുടെ ഫൈനൽ ഒപ്പീനിയൻ എന്താണോ ആ ഒപ്പീനിയനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് പറയുന്നത് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് എവിഡൻസ് ആർ നത്തിങ് ബട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ് ക്യാൻ ബി ഓഡിറ്റ് എവിഡൻസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റ് എവിഡൻസ് ക്യാൻ ബി കളക്റ്റഡ് ഫ്രം ബോത്ത് ഇന്റേണൽ സോഴ്സ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ സോഴ്സ് ആൻഡ് എവിഡൻസ് ആർ ടു ബി ഡോക്യുമെന്റഡ്. അപ്പോൾ ഇത് കളക്ട് ചെയ്താൽ മാത്രം പോരാ, ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഡോക്യുമെന്റ് ചെയ്തില്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാത്തതിന് തുല്യമാണ്. സോ ആൻ ഓഡിറ്റ് നോട്ട് ഡോക്യുമെന്റഡ് ഈസ് ഈക്വൽ ടു ആൻ ഓഡിറ്റ് നോട്ട് ഡൺ. നമ്മൾ നേരത്തെയും ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ കോസ്റ്റ് ഓഡിറ്റ് പഠിച്ചപ്പോൾ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഓഡിറ്റിൽ നമുക്ക് എവിഡൻസ് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡോക്യുമെന്റ് ചെയ്യണം. സോ നോ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് ഹെൻസ് ഹാവ് ടു കംപ്ലീറ്റ്ലി ലേൺ മാനേജ്മെന്റ് ഓഡിറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഏതൊക്കെ എവിഡൻസ് എങ്ങനെ കളക്ട് ചെയ്യണമെന്നുള്ളത് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കാണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് ഉണ്ട്. ചാർട്ടേഡ് അക്കൗണ്ട്സിനാണെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ മീൻസ് ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ കേസിലായാലും പലതരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ്. ഇന്റേണൽ ഓഡിറ്റിലാണെങ്കിലും നമ്മൾ കോമൺലി ഫോളോ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് IFSC ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ മാനേജ്മെന്റ് ഓഡിറ്റിന്റെ കേസിൽ അത്തരത്തിൽ സ്റ്റാൻഡേർഡുകളൊന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. എത്തരത്തിലുള്ള എവിഡൻസ് ഡെറൈവ് ചെയ്യേണ്ടതെന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓഡിറ്റിന്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ ഓഡിറ്റ് എവിഡൻസിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, പലപ്പോഴും മാനേജ്മെന്റ് ഓഡിറ്ററുടെ എക്സ്പീരിയൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സിനെ നമുക്ക് എന്ത് പറയാം, ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയാനായിട്ട് പറ്റും. ഈ ഓഡിറ്റ് എവിഡൻസ് എവിടെ നിന്ന് കിട്ടും? ഇന്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടും, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കിട്ടും. കിട്ടുന്ന എല്ലാ എവിഡൻസും എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. ഓഡിറ്റ് എവിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനേജ്മെന്റ് ഓഡിറ്ററുടെ എക്സ്പീരിയൻസിന്റെ ഫലമായിട്ടായിരിക്കും. കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാനും എവിഡൻസ് കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, സോ എത്തരത്തിലാണ് ഓഡിറ്റ് എവിഡൻസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്? ഡിസ്കഷൻ വിത്ത് പീപ്പിൾ കൺസേൺ ഇത് ഓർഗനൈസേഷനിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഡിസ്കഷനോടെ, എംപ്ലോയി ഓഫീസേഴ്സിൻ്റെ ഒക്കെ ഡിസ്കഷനോടെ കിട്ടും. സർവേ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓഡിറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ തയ്യാറാക്കി അവിടുത്തെ സ്റ്റാഫിന് കൊടുക്കാറുണ്ട്. അതുപോലെ സർവേ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കുറിച്ചൊരു ഓവറോൾ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കും, അതിനെ നമുക്ക് എന്തായാലും സർവേ എന്ന് പറയാം. റിവ്യൂ ഓഫ് വേരിയസ് റിപ്പോർട്ട്സ്, ഇപ്പം അതിൻ്റെ മേളിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി മാനേജ്മെന്റിന് തോന്നണം, മോട്ടിവേറ്റ് ചെയ്യാതിരിക്കണം.
അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ സൈസ്, നേച്ചർ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഡേറ്റാ ബേസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മളുടെ തോന്നലുകളുടെ അടിസ്ഥാനത്തിലല്ല. തോന്നലുകൾ പറയുന്നവരാണ് സ്കെപ്റ്റിസിസം. ഒരു ഓഡിറ്റർ എന്ന രീതിയിൽ നമുക്ക് എന്ത് വേണം? പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം വേണം. ഈ സ്കെപ്റ്റിസിസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, അതിൻ്റെ മേളിൽ എവിഡൻസ് കണ്ടുപിടിക്കണം, ഈ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ക്യാരക്ടേഴ്സ് ഓഫ് എ ഗുഡ് മാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കണ്ടന്റ്സ് ഓഫ് മാർക്ക്. എക്സെപ്ഷൻ റിപ്പോർട്ടിംഗ്. എക്സെപ്ഷൻ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാണ് നമുക്ക് പാളിച്ചകൾ പറ്റില്ല, എവിടേക്കാണ് ഡീവിയേഷൻസ് ഉള്ളത്, അതാണ് എക്സെപ്ഷൻസ്. ബെഞ്ച് മാർക്കിംഗ്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ത് തരത്തിലുള്ള പ്രാക്ടീസസ് ആണുള്ളത്. സ്കോപ്പ് ഫോർ ഇംപ്രൂവ്ഡ്. നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ അവിടം വരെ എത്താൻ പറ്റില്ല, എന്നാലും ഇപ്പോഴത്തെ നിലവിലെ പ്രോസസ്സ് വളരെ മോശമാണ്, ഇതാണ് നിങ്ങൾക്കുള്ള ബെഞ്ച് മാർക്ക്, ഇവിടേക്ക് എത്താനായിട്ട് ശ്രമിക്കണം, അതാണ് സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ബെഞ്ച് മാർക്കിംഗ്. കറക്റ്റീവ് ആക്ഷൻസ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എത്തരത്തിൽ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് കണ്ടന്റാണ്. ഇനി മാനേജ്മെന്റിന് ബെസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസിനെ കുറിച്ച് അവെയർ ആക്കി കൊടുക്കാനായിട്ട് പറ്റും. എവിടെയാണ്? നമ്മളുടെ മാനേജ്മെന്റ് റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്കംസും എന്ത് ചെയ്യണം? നമ്മുടെ മാനേജ്മെന്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. ലോജിക്കലായിരിക്കണം, റീഡബിൾ ആയിരിക്കണം. പ്രശ്നങ്ങൾക്ക് വേണ്ടി സൊല്യൂഷൻ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഒരു മാനേജ്മെന്റ് ഓഡിറ്റിന്റെ കണ്ടന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ എക്സെപ്ഷൻ റിപ്പോർട്ടിംഗ്, ബെഞ്ച് മാർക്കിംഗ്, കറക്റ്റീവ് ആക്ഷൻസ്, ബെസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ്, outcomes of management discussions, logical, it should be in a logical and readable format, and if it has recommendations it should be highlighted. ഇനി സ്പെഷ്യൽ റിപ്പോർട്ട്സ്. സ്പെഷ്യൽ റിപ്പോർട്ട് പറയുകയാണെങ്കിൽ 4 തരത്തിലുള്ള സ്പെഷ്യൽ റിപ്പോർട്ട്സ് ഉള്ളത്. ബാങ്ക് ഓർ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന സ്പെഷ്യൽ റിപ്പോർട്ട്സ്, രണ്ടാമത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന സ്പെഷ്യൽ റിപ്പോർട്ട്, മൂന്നാമത് എംപ്ലോയീസിന് കൊടുക്കുന്നത്, പിന്നെന്താണ് സ്മോൾ ഡെറ്റ് സർവീസിന് വേണ്ടിയിട്ട്, ഇവിടെ നമുക്ക് കടം തരാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും, പക്ഷേ ഇതിനകത്ത് ഈ നമ്പേഴ്സ് അല്ലാതെ കുറേ അധികം എക്സ്പ്ലനേഷൻസ് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ്സും എക്സ്പ്ലനേഷൻസ് കാണും. ഇതിൻ്റെ ആക്യുറസി വൗച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. മീൻസ് അവർ പറയും ഇന്ന പോളിസീസും പ്രൊസീജർ ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. എന്തിനകത്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയും. പക്ഷേ അത് ഫോളോ ചെയ്തോ ഇല്ലയെന്ന് ആർക്ക് വൗച്ച് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് വൗച്ച് ചെയ്യാനായിട്ട് പറ്റും. അടുത്താണ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക് അറ്റ് ലാർജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ലെയ്മാൻ ടേംസിലായിരിക്കണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുമല്ല, ഇത് വളരെ കെയർഫുൾ ആയിട്ടും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഇതൊരു പബ്ലിക് റിലേഷൻ എക്സസൈസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പബ്ലിക് തന്നെയാണ്. അതുകൊണ്ടൊരു പബ്ലിക് റിലേഷൻ എക്സസൈസ് ആണ്. കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ഇതിനകത്തുള്ള ഡേറ്റകൾ ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ എക്സ്പേർട്ടുകൾ ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു റിപ്പോർട്ട് ഫർണിഷ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിപ്പോർട്ട്. എംപ്ലോയീസ്, ഇപ്പോൾ ലേബർ യൂണിയൻ കാണും, അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എംപ്ലോയീസ് ഡിമാൻഡ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഒത്തിരി സാലറീസ് വേണം, അല്ലെങ്കിൽ ഒത്തിരി വേജസ് ഒക്കെ വേണം, ഇൻക്രീസ് വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് എന്ത് ചെയ്യുന്നത്? സ്പെഷ്യൽ റിപ്പോർട്ട്സ് ഫോർ എംപ്ലോയീസ് എന്ന് പറയുന്നത്. സ്മോൾ ബിസിനസ്സുകളുടെ പലപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? അവിടെ അഡ്വക്കേറ്റ് ഡേറ്റകൾ ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ എന്നാൽ കൂടി മാനേജ്മെന്റ് ഓഡിറ്റർ എന്ത് ചെയ്യണം? തൻ്റെതായ കപ്പാസിറ്റിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സ്മോൾ ബിസിനസ്സിന് വേണ്ട രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ 4 റിപ്പോർട്ടാണ് സ്പെഷ്യൽ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. So special reports. A report for banks or creditors. The form and content of financial statements and schedules are important for the lender, but explanatory notes are more important. They need confirmation of accuracy of reports and confirmation of statements made, because bank needs security for debt servicing. Audit help in verification and certification of such data. അപ്പോൾ explanatory notes വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജ്മെന്റ് ഓഡിറ്റ് അതിനുവേണ്ടി ആ ഒരു explanatory നോട്ടിൻ്റെ ആക്യുറസി വൗച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ പബ്ലിക് അറ്റ് ലാർജ് നിങ്ങൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് മാത്രമായിരിക്കത്തില്ല, ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ഈ റിപ്പോർട്ട് കാണും, ബാങ്കേഴ്സ് ഈ റിപ്പോർട്ട് കാണും, ടാക്സ് അതോറിറ്റീസ് കാണും, പബ്ലിക് ഒഫീഷ്യൽസ് കാണും, റിസർച്ച് പീപ്പിൾ കാണും, എല്ലാവരും ഈ റിപ്പോർട്ട് കാണും. കാരണം നമ്മൾ പബ്ലിക്കിലേക്കാണ് അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിലേക്കാണ് ഈ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ലെയ്മാന് മനസ്സിലാവുന്ന ടേംസിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതൊരു പബ്ലിക് റിലേഷൻ എക്സസൈസ് ആണ്. ഇത് വളരെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. കാരണം എക്സ്പേർട്സ് വിൽ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. റിസർച്ച് അനലിസ്റ്റ് പോലുള്ള ആൾക്കാരുകൾ എന്ത് ചെയ്യും? ഈ റിപ്പോർട്ടിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട്
പഠിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മളുടെ ഷെയർ പ്രൈസിനെ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് വേണം അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. Report to employees. Reports are prepared to remove any misunderstanding and counter charges by unions. Explanation needed for continuance of business in terms of strike, competition, etc. ഇപ്പോൾ വേണമെങ്കിൽ കൂടുതൽ വേജസ് വേണമെന്ന് പറഞ്ഞാൽ അവർ സ്ട്രൈക്കിൽ പോകും. ആ സമയത്ത് നമുക്ക് എംപ്ലോയീസിന് പ്രൂവ് ചെയ്ത് കൊടുക്കണം, നമുക്ക് അത്ര വരുമാനം കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യരുത്, നമുക്ക് സ്ട്രൈക്ക് നിർത്തി മുന്നോട്ട് പോകണമെന്നൊക്കെ അവരുടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ റിപ്പോർട്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് റിപ്പോർട്ട് ഫോർ സ്മോൾ ബിസിനസ്സസ്. ഇപ്പോൾ കമ്പനീസ് ആക്ട് എല്ലാ കമ്പനികൾക്കും എന്താണ് ഒന്നാണ്, പക്ഷേ മാനേജ്മെൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും വലിയ കമ്പനിക്ക് വേറെ രീതിയിലും സ്മോൾ കമ്പനിക്ക് വേറെ രീതിയിലും ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മളിവിടെ പഠിച്ചില്ലേ എന്താണ് അപ്രോപ്രിയേറ്റ് എന്ന് പഠിച്ചു. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൈസും നേച്ചറും എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു പ്രശ്നം വരുന്ന ലാക്ക് ഓഫ് ഡേറ്റ് ആണ്. പക്ഷേ എന്ത് ചെയ്യണം, ആ ഒരു പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത്തരത്തിലുള്ള ഓഡിറ്റ് വെറുതെ ചെയ്തു പോകാൻ പാടില്ല. മാനേജ്മെൻറ്റ് ഓഡിറ്റർ സ്വന്തം കപ്പാസിറ്റിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് അവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതോടെ നമ്മളുടെ ബേസിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരുകയാണ്. ഏകദേശം 18 കുഞ്ഞു ടോപ്പിക്കുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. ഓക്കെ, സോ താങ്ക് യു.